അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. ബഹുമാനികളെ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ വഴക്ക് പറയാൻ തുടങ്ങി. പല രീതിയിലും ആക്ഷേപിക്കാൻ തുടങ്ങി. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മറുപടി ഒന്നും കൊടുത്തില്ല, മിണ്ടാതിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലാണുള്ളത്. തങ്ങളുടെ സവിധത്തിൽ വന്നുകൊണ്ട് ഒരു മനുഷ്യൻ തന്നെ ആക്ഷേപിച്ചപ്പോ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത വിഷമമായി, പ്രയാസമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിലോ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു തിരിച്ച് ആ മനുഷ്യനിക്ക് മറുപടി കൊടുക്കാൻ തുടങ്ങി. തന്നെ ആക്ഷേപിക്കുന്ന ആക്ഷേപങ്ങളെല്ലാം അർത്ഥരഹിതമാണ് എന്ന നിലക്ക് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനിക്ക് മറുപടി കൊടുക്കാൻ തുടങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റു. അത്ര നേരം പുഞ്ചിരിച്ചു കൊണ്ടിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റു മാറി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് അത് വല്ലാത്ത വിഷമമായി. തന്നെ ഇത്രയും നേരം ആക്ഷേപിച്ചു കൊണ്ടിരുന്ന ആ ആക്ഷേപത്തെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റപ്പോ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സ് വേദനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറകിൽ ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, അല്ലയോ നബിയെ, ആ മനുഷ്യൻ കുറെ നേരം എന്നെ ആക്ഷേപിക്കുന്നത് അങ്ങ് കേട്ടതല്ലേ? ഒരുപാട് എന്നെ ആക്ഷേപിക്കുകയും എന്നെ ചീത്ത വിളിക്കുകയും ചെയ്തത് അങ്ങ് കേട്ടതല്ലേ? ഞാൻ ഒന്നും മറുപടി കൊടുത്തില്ലായിരുന്നല്ലോ. അപ്പോഴെല്ലാം അങ്ങ് പുഞ്ചിരിക്കുകയായിരുന്നു. എന്നെ ആക്ഷേപിച്ചപ്പോഴൊക്കെ അങ്ങ് പുഞ്ചിരിക്കുകയായിരുന്നു. ഞാൻ മറുപടി കൊടുത്തപ്പോ അങ്ങയുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി മായുകയും അങ്ങ് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. എന്താണ് ഇതിനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഓ അബൂബക്കറെ റളിയല്ലാഹു അൻഹു, ഇന്നഹു കാന മഅക മലക്കുൻ. അങ്ങ് മിണ്ടാതിരുന്ന സമയത്തൊക്കെ അങ്ങയെ സഹായിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിന്റെ ഒരു മലക്കിനെ അങ്ങയിലേക്ക് അയച്ചിരുന്നു. യറുദ്ദു ലക, അങ്ങേക്ക് വേണ്ടി ആ മലക്ക് മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു. അവൻ പറയുന്നതെല്ലാം കള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മലക്ക് അങ്ങയെ സഹായിക്കുന്നുണ്ടായിരുന്നു. അങ്ങ് മറുപടി പറയാൻ തുടങ്ങിയപ്പോ ഷൈത്താന്റെ സാന്നിധ്യം വന്നു. ഇബ്ലീസ് വന്നു, ഷൈത്താൻ അങ്ങയുടെ അടുക്കലേക്ക് വന്നു. ഷൈത്താൻ ഉള്ളിടത്ത് എനിക്കിരിക്കാൻ പറ്റുകയില്ല. മലക്കിന്റെ മറുപടി കേട്ടുകൊണ്ടാണ് ഞാൻ പുഞ്ചിരിച്ചത്, അല്ലാതെ അവര് വഴക്ക് പറഞ്ഞത് കേട്ടിട്ടല്ല ഞാൻ ചിരിച്ചത്. മലക്കിന്റെ മറുപടി കേട്ടിട്ടാണ് എന്റെ മുഖത്ത് കണ്ട പുഞ്ചിരി. എന്നാൽ എന്റെ മുഖത്തുനിന്ന് പുഞ്ചിരി മായാനുള്ള കാരണം ഷൈത്താനെ കണ്ടപ്പോഴാണ്. ഷൈത്താൻ അങ്ങയുടെ അടുക്കലേക്ക് വന്നപ്പോ ഷൈത്താൻ ഇരിക്കുന്നിടത്ത്, ഷൈത്താന്റെ സാന്നിധ്യമുള്ളിടത്ത് ഞാൻ ഇരുന്നാൽ ശരിയാവുകയില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറിയത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് മറുപടി കൊടുക്കുകയാണ് ഉണ്ടായത്. ബഹുമാനികളെ, നമ്മെ പല രീതിയിലും ആക്ഷേപിക്കുകയും വിമർശനങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒന്നും മറുപടി കൊടുക്കാൻ നമ്മൾ പോകേണ്ടതില്ല. പലപ്പോഴും അധികവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സഹായിയായിട്ട് വരും. നമ്മൾ നിരപരാധിയാണ് എങ്കിൽ, നമ്മൾ തിന്മകൾ ചെയ്തിട്ടില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം നമുക്കുണ്ടാകും. എന്നതുകൊണ്ട് തന്നെ പൊതുജനം എന്നുള്ളത് പല രീതിയിലാണ്. എന്ത് ചെയ്താലും നന്മയുടെ ഭാഗം പിടിക്കുന്നവരുണ്ടാകും, വിമർശനങ്ങളുടെ ഭാഗം പിടിക്കുന്നവരുണ്ടാകും. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തം കിട്ടുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നും ഒരു 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 രീതിയിലും പിന്മാറാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ യഖാഫു ഫില്ലാഹി ലൗമത ലായിമിൻ. ആക്ഷേപിക്കുന്നവരുടെ ആക്ഷേപത്തെ ഭയക്കുകയില്ല എന്നത് ഈമാനിന്റെ അടയാളമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.